ഹായ് ഫ്രണ്ട്സ്, എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കണല്ലേ? നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ ഐറ്റം ഉണ്ട് കാണിക്കണത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ളത് ഇപ്പോൾ എന്താണെന്ന് നോക്കി ഒരു ഷർട്ടാണ് കേട്ടോ. ആ ഷർട്ടിന് നമ്മൾ എങ്ങനെയൊക്കെ മോഡലാക്കുക എന്നുള്ള രീതിയാണ് നമ്മൾ കാണിച്ചത്. ഈ ഷർട്ട് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇത് എന്താണെന്നുള്ളത് കേട്ടോ. ഈ ഷർട്ടിൻ്റെ കഥ പറയാമെന്നുണ്ട് വെച്ചാൽ ഒരുപാട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഷർട്ട് നമ്മളെടുത്തു നിന്ന് കളറ് പിടിച്ചാണ്ടാണ് കാണുന്നത്. പക്ഷേ ഇത് ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, ഇതിനേക്കാളും ഭംഗിയുണ്ട് കേട്ടോ ഷർട്ട് കാണാൻ. അപ്പോൾ നല്ല ഷർട്ട്, ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കളയാൻ തോന്നുന്നില്ല. നല്ല ഷർട്ടാണ്. പക്ഷേ ക്യാമറേൻ്റെ ഒരു ഇതിൽ വെച്ചിട്ട് അധികം കളർ തോന്നുന്നില്ല. പക്ഷേ ശരിക്കും ഇതിൻ്റെ കളർ ഇതല്ല കേട്ടോ, ഒരു പ്രത്യേക ഭംഗിയുള്ളൊരു കളർമലാണ് ഒരു ഡാർക്ക് ഗ്രീന് പിടിച്ചിരിക്കണം കേട്ടോ. നല്ല രസമുണ്ട്. നമ്മൾ ഒരു 2 കളറൊക്കെ ആയിട്ടുള്ള ഒരു ക്ലോത്തിലൊക്കെ ഡ്രസ്സ് വരലില്ലേ, അപ്പോൾ അതേപോലെ. അപ്പോൾ ഈ ഷർട്ടിന് നമുക്കൊന്ന് മോഡലാക്കട്ടോ. അപ്പോൾ കുട്ടികളോട് പറഞ്ഞപ്പോൾ ഈ ഷർട്ടിൻ്റെ ഒരു ഭാഗം, ഒരു കൈ നമ്മൾ വെട്ടി മാറ്റിക്കണം കേട്ടോ. പിന്നെ അടുത്ത കൈ ഞാൻ അതേപോലെ വെട്ടി മാറ്റിക്കാണ്. അപ്പോൾ മാറ്റിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്. മറ്റേ കൈ വെട്ടിയ പോലെ തന്നെ ഇതും നമ്മൾ വെട്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് ശരിക്ക്. നല്ല ഭംഗിയുള്ളൊരു ഷർട്ടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം ഇട്ടുകൊണ്ട് നമുക്കത് കളയാൻ എന്തോ ഒരു വിഷമം പോലെ. അപ്പോൾ അതാണ് കേട്ടോ, അത് അങ്ങനെ ആയിട്ട് വെച്ചിക്കാണ്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ ഷർട്ട് കുർത്തി ആക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഇഷ്ടമല്ല. അവർ പറഞ്ഞ് ഇത് ഷർട്ട് കുർത്തി ആക്കട്ടെ, നമുക്ക് ഇത് ഇങ്ങനെ ഷർട്ട് കുർത്തി ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക് സ്കേർട്ട് ആക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്കേർട്ട് ആക്കണേ എങ്ങനെയാണെന്ന് പഠിക്കും ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഷർട്ട് കൊണ്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കും ചെയ്യാൻ വെച്ചിട്ടാണ് ഞാനിത് വീഡിയോ ആക്കി ഇട്ടത് കേട്ടോ. എല്ലാം ഒന്നുമല്ല. പിന്നെ ഇത് ഡിസൈൻ ചെയ്യാൻ ഞാൻ അവനെ തന്നെ ഏൽപ്പിക്കണതും. നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പോൾ ഉണ്ടാവുന്നല്ലോ, അപ്പോൾ ഡിസൈൻ ചെയ്യാൻ അവനെ ഏൽപ്പിക്കണം. അപ്പോൾ കൊളായാലും ഞാൻ ഇത് എന്തായാലും മുഴുവനായിട്ട് നിങ്ങളെ കാണിച്ചിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്യട്ടെ. ഇതുകൊണ്ട് നമ്മൾ 2 കാര്യമാണ് പഠിക്കണം കേട്ടോ. ഷർട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഇതാക്കുക, നമ്മളടുത്ത് ഇടാതിരിക്കുന്ന ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാമെന്നുള്ളതും പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇതെങ്ങനെ ഡിസൈൻ ചെയ്യുക, അങ്ങനെയൊക്കെ നമ്മൾ മക്കളെ കൊണ്ട് നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാ. പക്ഷേ ഇതിൽ അത്ര ക്ലിയർ അല്ല, പക്ഷേ ഇത് ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അവരൊരു സന്തോഷമല്ലേ നമ്മൾ സന്തോഷം. പ്രത്യേകിച്ച് ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴ ആയതുകൊണ്ട് എല്ലാ ഭാഗത്തും നല്ല വെള്ളമാണ്. അപ്പോൾ അവർ പുറത്ത് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇത് ഇന്നിപ്പോൾ വീഡിയോ എടുക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ അവർക്കിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്യുക വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ നോക്കി നോക്കുക. അതുപോലെ തന്നെ ആ വെട്ടിയിട്ട് നമ്മളത് ഇങ്ങനെ ഷർട്ടിൻ്റെ ഇതൊക്കെ അയച്ച് ബട്ടനൊക്കെ അയച്ചിട്ട് നമ്മളിതിങ്ങനെ നിർത്തിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അവരിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നത്. ഡിസൈൻ ചെയ്തതിന് ശേഷം ഞാൻ ബാക്കിയുള്ളത് കാണിക്കാം. അപ്പോൾ എന്തായാലും നിങ്ങളിത് മുഴുവനായിട്ട് കാണാം കേട്ടോ. സംഭവം മക്കൾ ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുവെച്ചെങ്കിൽ, അതുപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. അവർക്കും സംഭവം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണെന്ന് അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ 2 പേരും കൂടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ലാസ്റ്റ് വരെ നോക്കാം. എന്തായാലും നമ്മളതിൻ്റെ നല്ല ഭാഗമാണ് ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുത്തിരിക്കണം. കണ്ട, ഇത് നമുക്ക് വേണമെങ്കിൽ ആ കീശ എടുത്ത് മാറ്റട്ടെ. ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല. അപ്പം മോൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചിക്കാണ്. അപ്പോൾ നല്ല നിവർത്തിയിട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ മക്കളോട് ഡിസൈൻ ചെയ്യാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ അവർക്ക് നിവർത്തിയിട്ട് കൊടുത്തിട്ടാണ് നമ്മളെ മക്കൾക്ക് അറിയില്ല വെച്ചിട്ട് നമ്മൾ നീങ്ങരുത്. അവരൊപ്പം തന്നെ നമ്മൾ ഇരുന്നിട്ട് നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവനെ കൂടി ചെയ്യിപ്പിക്കണ്ട. അപ്പോഴാണ് അതേപോലെ തന്നെ നമ്മളിപ്പോൾ അവർ സ്കൂളത്തെ ആണെങ്കിലും പഠിപ്പിച്ചിട്ട് നമ്മൾ അങ്ങനെയൊക്കെയല്ല, പാട്ടിനോട് ഇഷ്ടം, ഓരോന്നിനോട് ഓരോ മക്കൾക്ക് ഇഷ്ടവും താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവർക്ക് അതിനനുസരിച്ച് നിൽക്കുമ്പോൾ അവർക്കും കൂടുതലൊരു ഇൻട്രസ്റ്റ് വരും. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിലും മോളെ കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ബുക്ക് വാങ്ങുമല്ലോ, അതായത് ഡ്രോയിങ് ബുക്ക്, അതിലൊക്കെ കളർ കൊടുപ്പിക്കണം ഉണ്ടാക്കലൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ അവരൊക്കെ അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അവർ വർക്കുകളൊക്കെ ചെയ്ത് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് ഇത് എളുപ്പമായിരിക്കും വെച്ചിട്ടാണ് ഞാൻ ഇതും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ ചെയ്യല്ലേ. അപ്പോൾ ഈ സ്പോഞ്ച് വെച്ചിട്ടാണ് ഞാൻ പെയിൻറ്റ് മുക്കിയിട്ട് അവരോട് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ ബട്ടർഫ്ലൈൻ്റെ രൂപത്തിലാക്കിയിട്ട് നമ്മൾ അവിടെ ഇതിട്ടിക്കണ്ട, ഒരു നൂലായിട്ട് ചുറ്റിക്കണ നടുഭാഗം. എന്നിട്ടാണ് അവരോട് പെയിൻറ്റ് ഞാൻ മുക്കി കൊടുക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ മുക്കി കൊടുക്കാനെന്ന് വെച്ചാൽ അതിന് മാത്രം പെയിൻ്റ് ഇല്ല, പെയിൻറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആകൃതി കിട്ടിയാൽ മതിയല്ലോ. പിന്നെ നമുക്ക് ബ്രഷായിട്ട് ഒന്നിങ്ങനെ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അതുപോലെ അവർ ചെയ്യുകയാണേ. അപ്പോൾ അവർ വീണ്ടും മുക്കി നോക്കും, പെയിൻറ്റ് കുറവാണ് കേട്ടോ. ഉള്ള പെയിൻറ്റ് വെച്ചിട്ടാണ് അവർ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണത് കണ്ടോ. എന്നിട്ടാണ് അത് അമർത്തി കൊടുത്തിട്ട് ഒരു ആകൃതി വെച്ച് കൊടുക്കേണ്ട അവർ ചെയ്യണത്. അപ്പോൾ നോക്കി അങ്ങനെ എല്ലായിടത്തും ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് ഫുള്ളായി കാണാൻ ഇവരെന്താ ചെയ്തത്, ഭംഗിയുണ്ടോ ഇല്ലേ എന്നൊക്കെ നമ്മൾക്ക് ലാസ്റ്റ് വെച്ചിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെ ആക്കി പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒരാളിത് നല്ല അടിപൊളി ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരാൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക, മറ്റാൾ ഇങ്ങനെ ചെയ്ത് ഇതാക്കണ്ട, നല്ല ഷേപ്പാക്കി കൊടുക്കണമൊക്കെ ഉണ്ടേ. അങ്ങനെയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ, എന്തായാലും മറക്കല്ലേ. എന്തായാലും അവർ നന്നായി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ട് വിചാരിക്കണേ. അപ്പോൾ അവർ വൈറ്റ് അതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഡബിൾ കളറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ സംഭവം കാണാൻ.
ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ മക്കളെ കൊണ്ട് തുണിയിൽ ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ ഡ്രസ്സുമൊക്കെ ഡിസൈൻ ചെയ്യട്ടെ ഫാബ്രിക് പെയിൻ്റ് ആയിട്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ നോക്കി നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇത് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്, നല്ല രസമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ബ്ലാക്ക് കൊടുത്തപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇതിൽ കാണുന്ന പോലെയല്ല, നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ കേട്ടോ. നമുക്ക് ഒരു പ്രത്യേക ഭംഗി, ഒരു ലൈറ്റ് കളറുമ്മലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷേ ഇതിൽ കാണുന്ന പോലെ അല്ല കേട്ടോ ശരിക്ക്. ഇതിൽ അത്ര ഉണ്ട് ഇത് കാണില്ല. പക്ഷേ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നല്ല ലൈറ്റ് കളറുമ്മലാണ് ഈ ചുവപ്പ് വന്നപ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഇതിപ്പോൾ സവാളയാണ് ഇട്ടെടുത്തിരിക്കുന്നത്. സവാള എന്ന് വെച്ചാൽ ഇതിന് സംഭവമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ഇവർ കൊടുക്കൽ കഴിഞ്ഞപ്പോൾ, ഇവർക്ക് ഇത് കൊടുക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾക്കിത് പച്ചക്കറി ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുക, പ്രസ് ചെയ്ത് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരാഗ്രഹം ഇതുമ്മേ. അപ്പോൾ ഞാൻ പറഞ്ഞു സവാള കൊണ്ട് ചെയ്യുക, അതുപോലെ തന്നെ വെണ്ടക്ക കൊണ്ട് ചെയ്യുക, പലതരം പച്ചക്കറി നമ്മൾ ഇതിനനുസരിച്ച് വെട്ടിയിട്ടൊക്കെ ചെയ്യാം. ബ്ലേഡ് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളുടെ ഇഷ്ടത്തിനുള്ള ആകൃതികളാക്കിയിട്ട് ടച്ച് ചെയ്തിട്ട് പെയിൻറ്റുമ്മേ ടച്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവർക്കും അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ സവാള അവർക്ക് കൊടുത്തിട്ട് സവാള നമ്മൾ പെയിൻറ്റ് തേച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. പ്രസ് ചെയ്ത് പക്ഷേ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇതുണ്ടാവില്ല. പക്ഷേ അതിൽ ശരിക്കും നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. കാരണം നമ്മളത് ആ ആകൃതി പോലെ തന്നെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു മഞ്ഞ കൊടുത്തപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഇത് മുഴുവനായിട്ട് നമുക്കൊന്നും കൂടി നോക്കാം സംഭവം. ഇത് മക്കൾ ചെയ്യണതല്ലേ, ചെറിയ കുട്ടികൾ ചെയ്യണതാണല്ലോ. എന്നാലും അവർ ഇതിനനുസരിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഷ്ടമായി, നല്ല ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമാവാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇത് നിങ്ങൾ ആരും സ്കിപ്പാക്കാതെ കാണട്ടെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ 2 തരം പഠിക്കുന്നുണ്ട്. കാരണം ഒന്ന് പെയിൻറ്റ് ചെയ്യുക, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സുമ്മേ പെയിൻറ്റ് ചെയ്യുക, രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു സ്കേർട്ട് ആക്കാന്നുള്ളതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണാം. കാരണം ആരും ഇതുപോലെ വിശദീകരിച്ച് പറഞ്ഞു തരണമെന്നില്ല. എന്നാലും നിങ്ങൾ ഇത് മൊത്തം ഇരുന്ന് കാണട്ടോ. ഈ അവരെ ഡിസൈൻ നോക്കി നോക്ക്. അപ്പോൾ അവർക്ക് ചെയ്യണം അവരുടെ ഇതിനനുസരിച്ചിട്ടാണ് അവർ ചെയ്യണത് കേട്ടോ. കാരണം നമ്മളിതിങ്ങനെ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതൊക്കെ അവരെ ഐഡിയ ഉണ്ട് കേട്ടോ. കാരണം ആ ഇല ഇതുപോലെ വരുന്നവർക്ക് തണ്ടിൻ്റെ അവിടെ വന്നിക്കണം, അത് അവർ ചെയ്തതാണ്. ഇതിങ്ങനെ ചെയ്താൽ വൃത്തി ഉണ്ടാവൂലേ എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്തിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്, നല്ല ഇഷ്ടമായി. അവരെ ഇൻട്രസ്റ്റും അവരാ ഒരു ഇതും നല്ല രസമാക്കിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പെയിൻ്റ് ആവാതെ അത്രയും ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ പറഞ്ഞേ നമ്മളൊരു ഡ്രസ്സ് പുതിയ ഡ്രസ്സാന്നുള്ള ലെവലിൽ വേണം നിങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ചെയ്യുന്നുണ്ട് കേട്ടോ സംഭവം. പെയിൻ്റ് ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആകെ കുളമാവും. പക്ഷെ എന്നാലും അവർക്ക് പറ്റണോടത്തോളം അവർ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നോക്കിയൊക്കെ ഇപ്പോൾ അവർ തണ്ടൊക്കെ വരച്ച് കഴിഞ്ഞ് നല്ല രസമായിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഇപ്പോൾ 2-3 പ്രാവശ്യമായി കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം നമ്മുടെ മക്കളൊരു സന്തോഷം കാണുമ്പോൾ നമുക്കൊരു ഇതുണ്ടാവില്ല. അതാണ് ഇപ്പോൾ ഞാൻ ഇതിൽ കൂടെ പറയണം. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗി തന്നെ പറയാം. ഒരു പൂന്തോട്ടത്തിൽ നിന്നിട്ട് ബട്ടർഫ്ലൈ പറക്കണ പോലെ നല്ല രസമുണ്ട് കേട്ടോ സംഭവം കാണാൻ. ഇതിപ്പോൾ നല്ല ഭംഗിയുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഇത് തിരിച്ചിട്ടിട്ട് ചെറു ചൂടോടെ നമ്മൾ ഒന്ന് ഇസ്തിരി എടുക്കും. അത് ഇസ്തിരി ഉണ്ടെന്ന് വെച്ചാൽ ഈ പെയിൻറ്റ് ഇളകി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതേപോലെ ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ന്യൂസ് പേപ്പർ വെച്ചിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ കേട്ടോ. നന്നായി പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ. കാരണം ഇന്ന് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ മതിയിട്ട് നിങ്ങൾ അത് ഇസ്തിരി തേക്കൽ. എന്നിട്ട് വേണം നമ്മൾ അത് എന്താ പറയുക, ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ആ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് കറക്റ്റ് ഇതിൻ്റെ ഒരു സ്കേർട്ടിൻ്റെ ഒരു ലെവലില്ലേ, അതായത് ഷേപ്പ് ആക്കട്ടെ. ആ മൂലത് ആ ഭാഗം ഞാൻ വെട്ടിയെടുക്കുകയാണ്. കാരണം ആ ഭാഗം വന്നു കഴിഞ്ഞാൽ ഒരു കുനിപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കറക്റ്റ് ആ ഭാഗം ഇങ്ങനെ വെട്ടി ഇട്ട് കൊടുക്കണം കേട്ടോ. വെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സൈഡും അതുപോലെ തന്നെ കട്ട് ചെയ്യും. കണ്ട നല്ല ഷേപ്പ് കിട്ടിയില്ലേ, ഒരു പ്രത്യേക ഷേപ്പിൽ വേണം നമ്മളിതങ്ങനെ ഒരു എന്താ പറയുക സ്കേർട്ടിൻ്റെ ഷേപ്പില്ലേ അതേപോലെ ആക്കണം കേട്ടോ. കാരണം അത് അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഷേപ്പ് ആക്കണത്. കണ്ടോ, ഈ ഭാഗം അതേപോലെ കട്ട് ചെയ്യും കേട്ടോ. ഈ കണ്ട നമ്മൾ വെട്ടിയതിന് ശേഷം കണ്ടില്ലേ, ഇപ്പോൾ ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഭാഗം നമ്മൾ ഈ 2 ഭാഗം വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ച് കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് വരെ അടിച്ച് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഭാഗവും ഇങ്ങോട്ട് താഴെ വരെ അടിച്ച് കൊടുക്കണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഷേപ്പ് ശരിക്ക് കിട്ടുള്ളേ. അപ്പോൾ അടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇവിടെ ഒന്ന് 2 ഭാഗം കൂട്ടാണ്ട് അതിന് നമ്മൾ തിരിച്ച് നല്ല ഭാഗം ആക്കിയിട്ട് ബട്ടട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ആ മേലെ ഭാഗത്തുനിന്ന് താഴത്തെ ബട്ടൺ വരെ നമ്മൾ തയ്ച്ച് കൊടുക്കുള്ളൂ കേട്ടോ. താഴത്തെ ബട്ടൺ വരെ തയ്ച്ച് കൊടുക്കും. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അങ്ങനെ വന്നതിന് ശേഷം താഴത്തെ ബട്ടൺ അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ അടിത്തെ ഇതാക്കി എടുത്തിട്ട് കണ്ട ഇതുവരെ തയ്ച്ചു കൊടുക്കുക. മനസ്സിലായോ? ഈ ബട്ടൺ വരെ കേട്ടോ, ഈ ബട്ടൺ വരെ മാത്രം തയ്ച്ചു കൊടുക്കുക. നമ്മൾ ആ ബട്ടൻ്റെ അത് വരെ തയ്ക്കുമ്പോൾ നമ്മൾ ബാക്കിലത്തെ തുണി തട്ടിച്ചിട്ട് ആവരുതിട്ട്. നമ്മൾ ആ ഹോളിലിട്ട് ആ തുണിയും ഈ ഫ്രണ്ടിലത്തെ തുണി രണ്ടും കൂടി യോജിപ്പിക്കാനാണ് പറഞ്ഞത് നമ്മൾ തയ്ച്ചു കൊടുക്കുമ്പോൾ കേട്ടോ. കാരണം ബാക്കിലത്തേതാക്കി നമുക്ക് ഡ്രസ്സ് ഇടേണ്ടതല്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ,
ഈ ഭാഗം നമ്മൾ മടക്കിയിട്ട് എങ്ങനെയാണോ നമ്മൾ പാൻറ്റിന് വെച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അലാസ്റ്റിക്, അതേപോലെ തന്നെ സ്കേർട്ടിനും വെക്കട്ടോ. അത് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെച്ചെങ്കിൽ ഞാൻ ആ പാൻറ്റിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, അതായത് അതിന് അലാസ്റ്റിക് വെച്ചത് എങ്ങനെയാണെന്നുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഈ വീഡിയോൻ്റെ താഴത്ത് കൊടുക്കട്ടോ. പിന്നെ ഇത് എന്നിട്ട് അലാസ്റ്റിക് നമ്മൾ 1 ഇഞ്ചിൻ്റെ അത് അതേപോലത്തെ അലാസ്റ്റിക് ആണ് വാങ്ങേണ്ടത്. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ടോ. ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് കാണുന്ന പോലെ നമ്മൾ വീണ്ടും പറയണം, നല്ല രസമായിക്കണം കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. കണ്ടോ അങ്ങനെ അലാസ്റ്റിക് വെക്കുക. അപ്പോൾ അലാസ്റ്റിക് വെക്കാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോ കാണട്ടോ. ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് കുറച്ച് കണ്ടോ ആ ബട്ടൺസ് വരെ അടിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഇനിയും ഇടുന്നതായിരിക്കും. പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ഈ സറാറ പാൻറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ തയ്ച്ചുകൊണ്ട് ഇത് നമ്മൾ തയ്ക്കേണ്ട ഇട്ടാ തയ്ച്ച് കാണിച്ചു തരണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ. ബാക്ക് ഇങ്ങനെ ആയിരിക്കും, നല്ല ഭംഗിയുണ്ട്. ബാക്ക് ഇങ്ങനെ ആയിരിക്കും, ഫ്രണ്ട് ഓപ്പൺ ആയിട്ട് ബട്ടൺസോട് കൂടിയിട്ടുള്ള ഒരു സ്കേർട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് സംഭവം കേട്ടോ. ബാക്ക് ഇതേപോലെ ഫ്ലവർ താഴത്തേക്കും ഇങ്ങനെ വന്നിട്ട് അതേപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഇതെന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമുക്ക് അത്രത്തോളം ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ എന്തായാലും നമ്മൾ കുട്ടികൾ ചെയ്ത വർക്കും കൂടിയാണ്. അപ്പോൾ അതിലൊരുപാട് സന്തോഷം വേറെ ഉണ്ട്. പിന്നെ ഇൻഷാ അല്ലാഹ്